നമസ്കാരം. ബി.ജെ.പി. ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ട നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളുമായുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണെന്നും അഫ്ഗാനിസ്ഥാനിൽ അകപ്പെട്ട ക്രിസ്ത്യൻ പുരോഹിതനെ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരികെ എത്തിച്ചത് മോദിയുടെ പരിശ്രമ ഫലമായാണ്. ആ സമയത്ത് അയാൾ ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിം ആണെന്നോ എന്നല്ല അദ്ദേഹം നോക്കിയത്. അയാൾ ഒരു ഭാരതീയനാണെന്ന് മാത്രമാണ് ചിന്തിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിലെയും ഇന്ത്യയിൽ എവിടെയുമുള്ള ന്യൂനപക്ഷങ്ങൾ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ ആഗോളതലത്തിൽ അവരെ പ്രതിനിധീകരിക്കുന്ന നേതാവ് മോദിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിഎ ആരുടെയും പൗരത്വം എടുത്തു കളയുന്നില്ല. ഒരു ഗവൺമെന്റിനും അത് സാധിക്കില്ല. പകരം പൗരത്വം നൽകുന്ന നിയമമാണത്. മുത്തലാഖ് തീവ്ര ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പിന്തുടരുന്നില്ല. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് മുത്തലാഖ് തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതെല്ലാം കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന നയമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം തീവ്രവാദികളെ മതേതരവാദികളായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഹമാസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാണോ എന്നും അണ്ണാമലൈ ചോദിച്ചു. ഒരു തീവ്രവാദിക്കും മതം നൽകാറില്ല. തീവ്രവാദികളെ തീവ്രവാദികൾ എന്ന് തന്നെ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ജനങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പി. ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടി എന്നുള്ള തെറ്റിദ്ധാരണയുടെ മതിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെതിരെ ബി.ജെ.പി. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വരും വർഷങ്ങളിൽ ആ മതിൽ പൊളിച്ച് നീക്കപ്പെടുമെന്നും അണ്ണാമലൈ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.